ക്രിസ്ത്യേഷനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും ജീവിക്കുന്ന കർത്താവ് സമ്പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സെഫന്യാവിന്റെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്, രക്ഷിക്കുന്ന ശക്തനായ യോദ്ധാവ്. നിന്നിൽ അവൻ ആനന്ദിക്കും, തന്റെ സ്നേഹത്തെ പ്രതി അവൻ നിന്നെ ശിക്ഷിക്കുകയില്ല. ദൈവത്തിന് മനുഷ്യനോടുള്ള തന്റെ സ്നേഹവും കരുണയും ആർദ്രതയും നിറഞ്ഞ അതിശക്തമായ ഒരു വചനഭാഗമാണിത്. ഒന്ന്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവ സാന്നിധ്യത്തിന്റെ ഉറപ്പാണ് സെഫന്യാവ് ഇവിടെ പറയുന്നത്. ശത്രുക്കളായാലും തകർച്ചയായാലും പരിഭ്രമിച്ചിരുന്ന ഇസ്രായേൽ ജനങ്ങളോട് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് സെഫന്യാവ് വിളിച്ചു പറയുകയാണ്. നാം ദൈവത്തിന്റെ മകളെങ്കിൽ ദൈവസന്നിധി എത്ര ഓടിയാകുന്നാലും ദൈവത്തിന്റെ രക്ഷ നമുക്ക് ചുറ്റുമുണ്ടാകും. ഒരു നിഴലായി അവൻ നമുക്ക് മുകളിലുണ്ടാവും, എന്നാൽ ഒരു വഴികാട്ടിയായി നമുക്ക് മുമ്പിലുണ്ടാവും. അപ്പൊ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ശത്രുക്കളിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. 2, രക്ഷിക്കുന്നവനും ശക്തനുമായ യോദ്ധാവ്. ഹല്ലേലൂയ. നമ്മുടെ പ്രയാസങ്ങളിൽ കടന്നു വന്ന് നമ്മെ രക്ഷിക്കുന്ന ശക്തനും കഴിവുള്ളവനുമായ കർത്താവാണ് യോദ്ധാവ്. അവൻ നമ്മുടെ സങ്കടങ്ങളിൽ കടന്നു വരുന്നു, നമ്മെ ആശ്വസിപ്പിക്കുന്ന യോദ്ധാവ്. നമ്മുടെ രോഗങ്ങളിൽ നമ്മെ സൗഖ്യപ്പെടുത്തുന്ന യോദ്ധാവ്. എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നാം വിലപിക്കുമ്പോൾ നമുക്ക് വഴി കാണിച്ചു തരുന്ന യോദ്ധാവ്. നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമ്മെ വിടുവിക്കുന്ന രക്ഷിക്കുന്ന യോദ്ധാവ്. ഹല്ലേലൂയ. 3, സ്വർഗം നമ്മളിൽ അത്യന്തം സന്തോഷിക്കുന്നു. ലൂക്കാ 15 വായിക്കുമ്പോൾ നാം കാണുന്നു, ദൂർത്തനായ പുത്രൻ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹം നാം അവിടെ കാണുന്നു. പാട്ടോടെ സംഗീതത്തോടെ തന്റെ മകനെ സ്വീകരിച്ച് സന്തോഷിക്കുന്ന ഒരു പിതാവിനെയാണ് നാം കാണുന്നത്. ഹല്ലേലൂയ. നാം നല്ലത് ചെയ്ത് കർത്താവിലായിരിക്കുമ്പോൾ ദൈവം ഒരു പാട്ടോടെ നമ്മെ സമീപിക്കും. തന്റെ കുഞ്ഞിന്റെ കളിയും ചിരിയും കണ്ട് സന്തോഷിച്ച് അവനെ ഉറക്കാനായി മാതാപിതാക്കൾ പാട്ടുപാടി അവനെ ഉറക്കുന്നത് പോലെ നമ്മുടെ ഒരു ദിവസത്തെ നല്ല പ്രവൃത്തിയിൽ കണ്ട് സ്വർഗം സന്തോഷിച്ച് നമ്മെ പാട്ടോടെ കർത്താവ് സമീപിക്കും. ഹല്ലേലൂയ. ആകയാൽ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് പാട്ടോടുകൂടെ ഞങ്ങളെ സമീപിക്കണമേ. ഒരു മാതാവും പിതാവും തന്റെ മകനെ ഉറക്കാനായി പാട്ട് പാടുന്ന പോലെ ഞങ്ങളെ ഉറക്കണമേ. എപ്പോഴും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ചുറ്റും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥന കേട്ട കർത്താവേ സ്തോത്രം.